ഹലോ, എന്തെങ്കിലും നോക്കിയിരിക്കുന്ന പറ എന്റെ കൂടെ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തത് ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഹലോ സാരൊക്കെ അമ്മച്ചൊക്കെ ഇങ്ങനെ സ്റ്റക്ക് പോരട്ടെ വരട്ടെ വരട്ടെ എന്നുള്ളൊരു സാധനം. ഓക്കെ, ഇന്ന് എന്താണ് മോളെ? ഇന്ന് ജ്യൂസി സ്പൈസി ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മള് കമ്മ്യൂണിറ്റി ടാബില് എന്താ നാം കൊടുക്കുന്നത്, കമ്മ്യൂണിറ്റി ടാബില് 5 days ago ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജ്യൂസി സ്പൈസി. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസും ചോദിച്ചോ ഞാനും അംജുക്ക് ഒരുമിച്ച് ആൻസർ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഞാൻ അംജുഖാനെ കൊണ്ടായിരിക്കും പറയിപ്പിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു അംജുക്കാട് മുഖം ബ്ലർ ആവുന്നത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ ഫോർ അംജുഖാനോട് തന്നെയാ. ഒരു പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന് ഏറ്റവും റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ആൻഡ് വിമൻ കൂടുതൽ ലവ് ചെയ്യുമ്പോൾ മെന്നിനോട് അവരോടുള്ള ഇൻട്രസ്റ്റ് കുറയുമോ? ഓക്കെ, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഫ്ലാഗിനെ പറ്റി പറയുന്നവന് എനിക്ക് പറയാനുള്ളത് മാരേജിനെ പറ്റിയാണ്. ലൈക്ക് ഇൻ മാരേജ് എല്ലാവരും വിചാരം എന്ന് പറയുമ്പോൾ ലവ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം ആയിരുന്ന, ബട്ട് ബേസിക്കലി ലവ് ഈസ് ജസ്റ്റ് എൻ എലിമെന്റ് ദാറ്റ് മേക്സ് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ദർ ആർ മെയിൻ തിങ്സ് ലൈക്ക് കമ്പാനിയൻഷിപ്പ്, ലോയൽറ്റി, പിന്നെ മ്യൂച്വൽ റെസ്പെക്ട്, പിന്നെ രണ്ടുപേരുടെയും ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുക. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അത് എപ്പോഴും മനസ്സിലാക്കണം. അങ്ങനെ ഇതാണ് മെയിൻ ആയിട്ട് ലൈക്ക് ഒരു മാരേജ് വർക്ക് ഔട്ട് ചെയ്യാനുള്ള ബേസിക് ഐറ്റംസ് ആണ് ഇത് മൊത്തം. പിന്നെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു പാർട്ട്ണറിന് ചിലപ്പോൾ കിട്ടാത്തയോ അല്ലെങ്കിൽ മറ്റേ പാർട്ട്ണറിന് മനസ്സിലാക്കാത്തയോ അങ്ങനത്തെ പല കാര്യങ്ങളും. ഈ പറഞ്ഞ കീ എലമെന്റ്സിൽ ഏതെങ്കിലും ആവും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതില്ലാതെ ആകുമ്പോഴായിരിക്കും അവിടെ റെഡ് ഫ്ലാഗ് വരുന്നത്. ബട്ട് ദേ കൻ സ്റ്റിൽ സോർട്ട് ഇറ്റ് ഔട്ട് ഇഫ് ദേ ടോക്ക്. കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്താണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത്. നമ്മളെല്ലാവർക്കും ആഗ്രഹിക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ഒപ്പീനിയൻസ് ഡിഫറെന്റ് ആയിരിക്കും, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ രണ്ടുപേരും മനസ്സിലാക്കണം, മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെ റെഡ് ഫ്ലാഗ് ആയിരിക്കില്ല ഒരിക്കലും അംജുക്കാട് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇനി മെയിൻ ആയിട്ട് എനിക്കും അറിയേണ്ട ഒരു കാര്യം, വുമൺ കൂടുതൽ ലവ് ചെയ്യുമ്പോൾ മെന്നിന് അവരോടുള്ള ഇൻട്രസ്റ്റ് കുറയുമോ? വുമൺ കൂടുതൽ ലവ് ചെയ്യുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കുറയത്തൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ പെടുന്ന ആഗ്രഹിക്കുന്ന തന്നെ ഏറ്റവും വലിയ കാര്യം, ഒരാളെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിലോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ കൂടുതൽ സ്നേഹിക്കുന്നതിനോ കുറച്ച് സ്നേഹിക്കുന്ന അങ്ങനെയല്ല കാര്യം, ആളുണ്ടോ കൂടെ. അതാണ് ചിലർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ പല ഇതും ഉണ്ട്. പക്ഷെ ഒരാൾ ഒപ്പം ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ ഒപ്പം ഉണ്ട്. നമ്മൾ പറയില്ലേ സ്നേഹിക്കപ്പെടാ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയില്ലേ. കുറച്ച് സ്നേഹിച്ചാൽ ഞാൻ 100 ഇരട്ടി സ്നേഹമാവും. അതങ്ങനെയാണ്. അത് അംജുക്ക് അങ്ങനത്തെ ഒരാളാണ്. നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതിന്റെ 10 ഇരട്ടി എന്താണെങ്കിലും തിരിച്ചറിയുന്ന ഒരാളാണ് അംജുക്ക എന്ന് പറയണത്. എനിക്ക് അംജുക്കാരുടെ മുടി ഇങ്ങനെ നെറ്റിക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹായ് ഇത്ത, നിങ്ങളെല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയത് നിങ്ങളുടെ വീഡിയോയിലൂടെയാണ്. താങ്ക്സ് ഇത്ത, താങ്ക് യു. ഡെലിവറിക്ക് ശേഷം ഇതുവരെ പീരിയഡ്സ് ആയിട്ടില്ല. ഇപ്പോൾ 1 year ആവാൻ പോണു. അതിന് ടെൻഷനില്ല. ബട്ട് ഇനിയും പ്രഗ്നന്റ് ആയാൽ അറിയാൻ പറ്റില്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ. കോണ്ടം അങ്ങനേതായത് യൂസ് ചെയ്യാൻ ഞങ്ങൾ 2 പേർക്കും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ പ്രഗ്നന്റ് ആവാതിരിക്കാൻ എന്തേലും ശ്രദ്ധിക്കണം. ഇനി ഈ ടൈമിൽ പ്രഗ്നന്റ് ആയാൽ എങ്ങനെ അറിയാൻ പറ്റും? പ്ലീസ് ഒന്ന് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആവും. പിന്നെ പ്രഗ്നന്റ് ആവാതിരിക്കാനൊന്നുമില്ല, പ്രഗ്നന്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്രൊട്ടക്ഷൻ ഇപ്പൊ കോണ്ടം യൂസ് ചെയ്യാൻ 2 പേർക്കും ഇഷ്ടമില്ല എന്ന് പറയുന്നത് അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിലും പ്രഗ്നൻസിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ്, നിങ്ങളുടെ പ്രസവം കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മൾ ഡോക്ടറിനോട് ക്ലിയർ ആയിട്ട് സംസാരിക്കണം. അത് നമ്മുടെ UK എനിക്ക് അറിയാമെന്ന് വെച്ച സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെയർ പ്ലാൻ പോലെ ആഫ്റ്റർ പ്രഗ്നൻസി ഒരു കെയർ പ്ലാൻ പോലെ കൊടുക്കുക. അതിൽ ഈവൻ സെക്സിനെ പറ്റിയിട്ട് വരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നാ കൊടുക്കുന്നത്. എത്ര വീക്സ് സെക്സ് ചെയ്യാൻ പാടില്ല, ഇനി സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം. അതെ, അത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കറക്റ്റ് ചോദിച്ചറിയണം. അതൊരിക്കലും ഒരു നാണക്കേടോ മോശമായിട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഓക്കെ കോണ്ടം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ എന്താണ് ബെസ്റ്റ് മെത്തേഡ് വേറെ ആവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേറെ അതെല്ലാം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങൾ പ്രഗ്നൻസിക്ക് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് ചമ്മല നാണക്കേടുന്ന ഒരു ആവശ്യമേ ഇല്ല. ഇതൊരു സെക്സ് എന്ന് പറയുന്നത് മാരേജിന്റെ ഒരു പാർട്ടാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാം, പക്ഷെ ഒരു പാർട്ടാണോ എന്തൊക്കെ വന്നാലും അല്ലെ, ചോദിച്ചറിയണം. അടുത്തത്, ഹലോ ഹില, കോണ്ടം ബ്രേക്ക് ആയതുകൊണ്ട് കഴിഞ്ഞ മന്ത് IPL കുടിച്ചായിരുന്നു. അത് കുടിച്ച് 2 ദിവസം കഴിയേം ബ്ലീഡിങ് ഉണ്ടായിരുന്നു for 2 days. പിന്നെ ആ മന്ത്സ് പീരിയഡ്സ് മിസ്സായി. ഇനി ബ്ലീഡിങ് ആയത് പീരിയഡ്സ് ആയിരിക്കുമോ? ബ്ലീഡിങ്ങിന് ശേഷം ന്യൂ മെൻസ്ട്രൽ സൈക്കിൾ കാൽക്കുലേഷൻ ആണോ ഉണ്ടാവുക? ഒന്നാമത് ഈ IPL എന്ന് പറയുന്നത് എമർജൻസി പില്ലാണ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ്. അതെ സത്യം. എമർജൻസി 72 hours നമ്മൾ കഴിക്കുന്ന ഇതേപോലെ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു എമർജൻസി പേർപ്പസിന് മാത്രം യൂസ്, അല്ലാണ്ട് ഇത് ഡെയിലി ഒരിക്കലും പാടില്ല, അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പോൾ ഈ IPL കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സും വേറെ ഉണ്ട്. ഓക്കെ, അതിന്റെ സൈഡ് എഫക്ട്സിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ ഈ കംപ്ലീറ്റ് ആ പീരിയഡ് സൈക്കിൾ തന്നെ മാറും. പീരിയഡ് സൈക്കിൾ മാറാന്നുള്ളത് ഇതിന്റെ ഒരു വലിയ, ചിലപ്പോൾ ആ മന്ത് പീരിയഡ്സ് ആവാതിരിക്കുക, പീരിയഡ് സ്കിപ്പായി വേറൊരു ഡേറ്റ് ആവാം, അത് നമ്മുടെ ഹോർമോൺസിന്റെ മൊത്തത്തിലുള്ള താളം കാര്യങ്ങളൊക്കെ. അതെ, ഏറ്റവും നല്ല IPL-നേക്കാളൊക്കെ നല്ലത് കോണ്ടം പോലുള്ളതാണ്. പക്ഷെ എങ്ങാനും ചില സാഹചര്യത്തിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ IPL യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം IPL കാരണം പിന്നീട് ഒരു അബദ്ധം പറ്റുന്നേക്കാൾ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത് ഇപ്പൊ കോണ്ടം ബ്രേക്ക് ആയതെന്ന് ഞാൻ പിന്നെ മറന്നുപോയി, കോണ്ടം ബ്രേക്ക് ആയത്. അപ്പൊ ആ സാഹചര്യത്തിലൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇതേപോലെ IPL എടുക്കുക എന്നുള്ളതൊക്കെ. ഇത് നമ്മൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല, സ്ട്രെസ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തെങ്കിലും ബോഡിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ജസ്റ്റ് കൺസൾട്ട് ഗൈനക്കോളജിസ്റ്റ്. മറ്റേ ബോഡിക്ക് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ IPL കഴിക്കുന്ന സൈഡ് എഫക്ട്സ് ആണ്, ഈ നോസിയ വരും, ചിലവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും, അങ്ങനൊക്കെ പല സൈഡ് എഫക്ട്സ് ഇതിന്റെ കുഞ്ഞായിട്ടുണ്ട്. ചിലർക്ക് സ്പോട്ടിങ് കാണിക്കും, വ്യത്യാസം. മെയിൻ ആയിട്ട് IPL-ന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഈ പീരിയഡ്സിന്റെ സൈക്കിൾ അങ്ങോട്ട് കംപ്ലീറ്റ് മാറുകയും കാര്യങ്ങളൊക്കെ ആവും. എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായി. ആദ്യമൊക്കെ സെക്സ് വളരെ എൻജോയ് ചെയ്യുമായിരുന്നു, പിന്നെ എനിക്ക് സെക്സ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയി തുടങ്ങി. ഇപ്പോൾ എനിക്ക് സെക്സിനോട് താല്പര്യം വളരെ കുറവാണ്. ഹസ്സിന് താല്പര്യമുണ്ട്. പെയിൻ ഉള്ളത് കൊണ്ടാണോ എനിക്ക് താല്പര്യം ഇല്ലാത്തത് എന്ന് എനിക്കറിയില്ല. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ക്യാൻ യു പ്ലീസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇതിന്റെ അടിയിൽ റിപ്ലൈസ് വന്നേക്കുന്നത് എനിക്കും ഇതന്നെയാ പ്രോബ്ലം, എനിക്കും സെയിം അവസ്ഥ, എനിക്കും സെയിം തന്നെയാ. അപ്പൊ ഇതിന്റെ റിപ്ലൈസ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇത് തന്നെയാണ്. നിനക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ചെറുപ്പം തൊട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഒരാള് എങ്ങനെ ഒരു ഫാർമസി പോയി കോണ്ടം മേടിക്കാം, ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ചിലർക്കൊന്നും ഇതിനെ പറ്റി അറിഞ്ഞുകൂടാ. ചിലവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ദാറ്റ് ഓൾഡ്, ലൈക്ക് ചിലപ്പോൾ ആ പെണ്ണും അറിയത്തില്ല, ലൈക്ക് ഹൗ ഹാർഡർ വെൻ ദ പീനസ് ഗെറ്റ്സ് ഇൻസേർട്ട്, അവർക്കുണ്ടാവുന്ന പെയിനും ബുദ്ധിമുട്ടും. ബട്ട് ഇറ്റ് കൻ ബി മോർ സിമ്പിൾ ഇഫ് ദേ സ്റ്റാർട്ട് യൂസിങ് ലൂബ്രിക്കൻസ്. ഞാൻ ഇതിന്റെ പല വീഡിയോസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ ഈ ആൺപിള്ളേരാണ് കമന്റ് ചെയ്തത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ചില ഇതുകൾ എന്ന് പറയുമ്പോൾ. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുമല്ല, പക്ഷെ ചിലത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അതിലുള്ളതാ, പെണ്ണിനെ സുഖിപ്പിക്കാൻ അറിയാത്തവരാണ് ഇങ്ങനത്തെ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ കഴിവില്ല എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ട്. അത് ക്രേസി ഗൈസ്, അതിനൊന്നും ഹെൽത്തി സെക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോ നമ്മൾ വെജൈനൽ ഡ്രൈനെസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഈ വെജൈനൽ ഡ്രൈനെസിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ലൂബ്രിക്കന്റ് പ്രൊഡ്യൂസ് ആവാതിരിക്കാം. അതല്ല, ഞാൻ വേറെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോ എന്റെ അങ്ങ് ഫ്ലോ അങ്ങ് പോയി. യെസ്, എന്താ അപ്പോൾ നാച്ചുറൽ ലൂബ്രിക്കൻറ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഈവൻ നമുക്ക് എത്ര ഫോർ പ്ലേ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആയിന്ന് വരില്ല. അതിൻ്റെ ഏറ്റവും പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ്. അത് നമ്മൾ ഫാർമസി പോയാലും ഈവൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ പോയാലും ആമസോണിലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോയി മേടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ അവൈലബിൾ ആയിട്ടാണ് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻറ്റ്. അത് യൂസ് ചെയ്യുക. അതിനിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമൊന്നുമില്ല. ആദ്യമായിട്ട് നിങ്ങളൊരു കല്യാണം പുതിയതായിട്ട് കഴിഞ്ഞവരാണെങ്കിലും
ചിലപ്പോ ഈസി ആയിന്ന് വരില്ല, പെയിൻഫുൾ ആയിരിക്കും പെൺകുട്ടികൾക്ക്, പെയിൻഫുൾ ആയിരിക്കും. അപ്പോ ഇപ്പൊ നിങ്ങൾ എത്രയൊക്കെ ഫോർപ്ലേ ആണെങ്കിൽ ചിലപ്പോൾ അപ്പൊ അത് മേടിച്ചതുകൊണ്ട് വെച്ചിട്ട് ഒരു തെറ്റൂല. പിന്നെ ഇതിലെന്ന് പറയുന്നത് സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കുറയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ആകുമ്പോൾ മിക്കവർക്കുള്ള ഒരു പ്രശ്നമാണ് സെയിം ഒരു പാറ്റേൺ ആകുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും സെയിം പൊസിഷൻ സെയിം ടൈപ്പ് ലവ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതെന്നല്ലേ ഒരു വ്യത്യാസം. നമ്മൾ എപ്പോഴും ലൈഫിൽ ഇതിൽ നിന്നല്ല എല്ലാത്തിലും ഒരു വ്യത്യാസം ആഗ്രഹിക്കുന്നില്ലേ. സോ നിങ്ങൾ പുതിയ പുതിയ അഡ്വഞ്ചേഴ്സ് ട്രൈ ചെയ്യുക. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇടയ്ക്കൊക്കെ ഒരു സ്പൈസി ടോക്കുകൾ നല്ലതാണ്. ഇപ്പൊ നമ്മൾ സ്പൈസി ജ്യൂസി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സത്യം. പക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ അവിടെ ഫിൽറ്ററിങ് ഇല്ല, എന്തും സംസാരിക്കാം, എന്തും നിങ്ങൾക്കാക്കാം. ഓക്കെ, അപ്പോൾ പുതിയ പുതിയ ഫാന്റസീസ് നിങ്ങൾക്ക് കൊണ്ടുവരാം, താല്പര്യങ്ങൾ കൊണ്ടുവരാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഒരിക്കലും 3 എന്നല്ല 10 അല്ല 15 വർഷം കഴിഞ്ഞാലും ആ ഒരു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് എന്നുള്ള സാഹചര്യമാണ് നിങ്ങൾ ഇടയ്ക്ക് ഒരു സ്റ്റേക്കേഷൻസ് പോവുക. ഇപ്പൊ എനിക്കറിയാം നിങ്ങളുടെ ഒരു നോർമൽ എൻവയോൺമെന്റിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. ഞാൻ ഒരു കാര്യം പഠിക്കും, നിങ്ങൾക്ക് ഇപ്പൊ അറിയാമോ അതൊക്കെ പണക്കാർക്കുള്ളതല്ലേ, അങ്ങനെയല്ല. ഇപ്പൊ എത്ര പാവപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി. ഇപ്പൊ ഞാൻ ഒരു കാര്യം, ഇപ്പൊ സ്ഥിരം ഈ ഒരു റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് ടെറസിൽ പോവാ. ടെറസിൽ പോയിട്ട് വേറെ ഒന്നല്ല ഞാൻ പറയുന്നത്, അവിടെ പോയി നിങ്ങളുടെ ക്യൂട്ട് റൊമാൻസ് വെറുതെ ഒരു മെഴുകുതിരി കത്തിച്ചാൽ അതൊരു വേറൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു പുതിയ ആകുമ്പോൾ അവിടെ ഒരു പ്രേമം വീണ്ടും പുതിയ ഡെവലപ്പ് ചെയ്യും കാര്യങ്ങൾ. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ വെജനൽ ഡ്രൈനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറച്ചൊരു ഏജ് കഴിയും തോറും, നമ്മളെ ഏജ് കൂടും തോറും നമ്മുടെ ബോഡിയിൽ ഡിഫറൻസസുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം കൂടി ഈ വെജനൽ ഡ്രൈനസ് നിങ്ങൾ ലൂബ്രിക്കന്റ് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. പിന്നെ പലവരുടെയും തെറ്റായ ധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് നന്നായി ഇങ്ങനെ ചെയ്താൽ പോരെ അപ്പൊ പെണ്ണിന് ഇങ്ങനെ വരത്തില്ല, എല്ലാവരും ബോഡി ടൈപ്പ് ഒരുപോലെ ആയിരിക്കണം, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആയിരിക്കണം, അതിൽ പുരുഷന്മാരോട് അങ്ങനെ വാശി പിടിക്കരുത്. ഒരു ദിവസം എത്ര പ്രാവശ്യം ബന്ധപ്പെടാം നീ പറഞ്ഞു? ബന്ധപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ചിലപ്പോ ചില ദിവസങ്ങളിൽ ചിലപ്പോ 2 or 3 വാട്ട് എവർ ഇറ്റ് മേ ബി, ചിലവർക്ക് ചിലപ്പോ 1. ഇറ്റ് ഡിപ്പെൻസ്. അല്ലാതെ ഒരു 5-6 ഇത് ചെയ്തെന്ന് പറഞ്ഞ ഗിന്നസ് ബുക്കിലൊന്നും കേറാൻ പോകുന്നില്ല. ഞാൻ എനിക്ക് തന്നെ വരുന്ന കമന്റ്സ് ഉണ്ട്, എന്റെ പവർ എന്റെ സ്റ്റാമിന, ഞാൻ ഒരു ദിവസം 5-8 പ്രാവശ്യം ഇങ്ങനെ പുഷ്പം പോലെ. എന്താ ഇതുപോലെ മത്സരമൊന്നുമല്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് പാർട്ട്ണർ ആൻഡ് അവരുടെ ബോഡി എങ്ങനെയാണ്. ചിലവർക്ക് ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം പറ്റാന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഡിസ്റെസ്പെക്ട് അങ്ങനെ പലരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പറ്റില്ല. ഞാൻ എപ്പോഴും കമന്റ്സിൽ കൂടെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറയുക, ഒരു ആണത്തം തെളിയിക്കുക എന്നുള്ള പോലെയാണ് ഈ സെക്സിലുള്ള സാധനത്തിൽ ഞാൻ കാണുന്നത്. മത്സരം പോലെ, കോമ്പറ്റീഷൻ പോലെ ഞാൻ സീരിയസ്ലി ഞാൻ കാണുന്നുണ്ട്. ഇതെന്തോന്ന് അപ്പൊ ചിലവർക്ക് 1 ചിലവർക്ക് 2 ചിലപ്പോൾ 3 പ്രാവശ്യം. പക്ഷെ 1 time is enough എന്ന് എനിക്ക് പറയാനുള്ളൂ, അല്ലെ? 1 time ഗുഡ് സെക്സ് അത്രേ ഉള്ളൂ. എപ്പോഴാലും ചിലപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് 1-2 പ്രാവശ്യം താല്പര്യം ഉണ്ടായിരിക്കും. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു സ്ത്രീയുടെ താല്പര്യം കൂടി നമ്മൾ നോക്കണം. അവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ഇത് പറ്റുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആ താല്പര്യം ഉണ്ടായിരിക്കുക. ചിലപ്പോൾ സ്ത്രീക്ക് ചിലപ്പോൾ 2-3 പ്രാവശ്യം ഉണ്ടായിരിക്കും, ആണിനെ അന്നെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ആകുമ്പോഴത്തേനും അവർക്ക് അത് ടയേർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടുപേർക്കും പറ്റുന്ന പോലെ, അല്ലാണ്ട് ഒരാള് മത്സരിച്ച് എനിക്ക് ഇത് വേണം അടുത്തത് വെറൈറ്റി. പില്ലോ വെച്ച് മാസ്റ്റർബേറ്റിംഗ് സ്വയംഭോഗം ചെയ്യുന്നത് സേഫ് ആണോ? പില്ലോ വെച്ച് ചെയ്താലും ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് പ്ലഷർ കിട്ടുന്നുള്ളൂ, പിന്നെ ചെയ്യാൻ തോന്നുന്നില്ല. വൈ? ഫിംഗറിങ് ചെയ്തിട്ട് വർക്ക് ആവാറില്ല. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും പ്ലഷർ കിട്ടുക, അവർക്ക് ഓരോ താല്പര്യങ്ങളായിരിക്കും, ഫാന്റസീസ് വേറെ ആയിരിക്കും, ഒക്കെ വേറെ ആയിരിക്കും. അപ്പൊ ചിലവർക്ക് ഇപ്പൊ സ്പോട്ടിലായിരിക്കും, ചിലവർക്ക് പെനട്രേഷൻ എന്ന് വെച്ചാൽ പീനസ് വെജൈനിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴായിരിക്കും, ചിലർക്ക് റബ്ബിംഗ് ആയിരിക്കും, ചിലവർക്ക് ഫിംഗറിംഗ് ആയിരിക്കും. ഇതിലൊക്കെ പലവർക്ക് രീതിയിരിക്കും. ഇപ്പൊ എനിക്ക് ഈ പില്ല് വെച്ചിട്ട് എങ്ങനെയാ മാസ്റ്റർബേറ്റ് എനിക്ക് പേഴ്സണലി സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏത് രീതിക്ക്, അതുകൊണ്ട് എനിക്ക് സേഫ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പില്ലോ ഏത് രീതിക്കാണ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ പില്ലോ ഒരിക്കലും പില്ലോ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്ന, ഓക്കെ, എനിക്ക് തോന്നുന്നത് പില്ലോ വെച്ച് റബ്ബ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും പില്ലോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല, പില്ലോ ഒരിക്കലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പില്ലോ വെച്ച് റബ്ബ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചിലവർക്ക് അങ്ങനെ ആയിരിക്കും. ഇപ്പൊ തനിക്ക് അങ്ങനെ ആയിരിക്കും, ഈ പുല്ല് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. പലർക്കും പല രീതിയായിരിക്കുമല്ലോ. ഒരു സേഫ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ
പില്ലോ എത്രത്തോളം വൃത്തിയുണ്ട് എന്നുള്ള സാധനമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിന് പൊടി ഉണ്ടോ, വൃത്തിയാണോ, ബെഡ് കവർ ചേഞ്ച് ചെയ്യാൻ, പില്ലോ കവർ നിങ്ങൾ ചേഞ്ച് ചെയ്യാറുണ്ടോ, അതൊക്കെ നോക്കുമ്പോൾ ഓക്കെ ഫൈൻ, സേഫ് ആയിരിക്കും എന്ന് പറയാം. പിന്നെ ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് പ്ലഷർ കിട്ടുന്നുള്ളൂ. സെക്സിൽ ഫ്യൂ സെക്കൻഡ്സേ നമുക്ക് പ്ലഷർ നിൽക്കത്തുള്ളൂ. അതിൽ ഏറ്റവും പീക്കിൽ നമ്മളങ്ങനെ പോയി അവസാനത്തെ ഒരു ഓർഗാസത്തിലോട്ട് എത്താന്നുണ്ടെങ്കിൽ അത് വളരെ സെക്കൻഡ്സ് മാത്രം നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് പിന്നെ അപ്പം തന്നെ നമുക്ക് അതിനോട് താല്പര്യം പോവും. കാരണം നമുക്ക് ആ പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ പോവും. അതെല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇതൊരു ലോങ് പ്രോസസ് അല്ല. ഈ ഒരു ഓർഗാസം എന്ന് പറയുന്നത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി നോർമലാണ്. പിന്നെ ഫിംഗർ ചെയ്താൽ വർക്ക് ആവാറില്ലാകുമ്പോൾ ചിലപ്പോൾ തനിക്ക് അങ്ങനെ ആയിരിക്കും. ഫിംഗറിങ്ങിൽ കൂടെ പ്ലഷർ കിട്ടാത്ത ആളായിരിക്കും, ഓർഗാസം കിട്ടാത്ത ആളായിരിക്കും. ചിലപ്പോൾ ഈ മാസ്റ്റർബേഷൻ മാറി ചിലപ്പോൾ ഇനി ഒരു പീനസ് വെജനിലാണ്ട് ചിലപ്പോൾ ആ രീതിക്ക് ഓർഗാസം കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം കിട്ടിയേക്കാം. അത് നമ്മുടെ ബോഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഏത് വഴിക്കാണോ. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്ന കേട്ടില്ലേ, ഇതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും ഏതൊക്കെ രീതിക്കാണ് പ്ലഷർ കിട്ടുക. ഈ പില്ലോ എനിക്ക് വളരെ ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ സ്റ്റിൽ ആലോചിക്കണം. അപ്പൊ ഇതുപോലെ പലരും പല രീതിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലേ. ഞാൻ നല്ല രീതിയിൽ ഹൈജീൻ സൂക്ഷിക്കുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് 2 months മുമ്പ് വെജൈനൽ ഡയഗ്നോസിസ് വന്നു. ട്രീറ്റ് ചെയ്തു മാറി. ശേഷം ഇപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പോൾ അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഹൈജീൻ വളരെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കും എൻ്റെ ലൈഫിൽ ചില സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ നാട്ടിൽ നിന്ന് UK എത്തിയപ്പോൾ എനിക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോ ചിലപ്പോ നിങ്ങൾ ചിലപ്പോ ഹൈജീനും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ദാറ്റ് എൻവയൺമെന്റ് വിച്ച് യു ആർ ഇൻ, അതായിരിക്കും ബേസിക്. ലൈക്ക് ഇപ്പൊ ടോയ്ലറ്റ്, ഇപ്പൊ ഹൈജീൻ ആയാലും കാര്യം എന്തായാലും ആ ചുറ്റുമുള്ള ചിലപ്പോ വെതർ എനിക്ക് ചിലപ്പോ എനിക്ക് അതാണ് വന്നേക്കുന്നത്. ഇവിടെ മോയ്സ്ചർ കൂടുതലായിരിക്കും. ഇവിടെ തണുപ്പാണെങ്കിൽ മോയ്സ്ചർ എനിക്ക് പെട്ടെന്ന് എന്റെ ക്ലൈമറ്റ് മാറിയപ്പോ എനിക്ക് ഇതേപോലെ ഈസ്റ്റ് ഇൻഫെക്ഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നും ചിലപ്പോൾ നമ്മൾ വെജൈന യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്യായിരിക്കും, നമ്മൾ വാഷ് ചെയ്യും. പക്ഷെ അത് തുടക്കാനുള്ള മടി കൊണ്ട് തന്നെ നമ്മൾ നേരെ പാൻറ്റീസ് ഇടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മോയ്സ്ചറിന്റെ അളവ് തന്നെ ഇത് ഫംഗസിന്റെ അളവ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത് എപ്പോഴും ആ ഏരിയ ഇവിടെ എപ്പോഴും ഡ്രൈ ആക്കി നോക്കണം. നമ്മൾ ഹൈജീൻ സൂക്ഷിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെയും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതുപോലെ ഡ്രൈ ആക്കി വെക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പീരിയഡ്സിന്റെ സമയത്ത് പിന്നെ പാഡ് ചേഞ്ച് ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ വിട്ടുപോവായിരിക്കും അല്ലെ. ഇപ്പോൾ 4 to 8 hours പാഡ് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയാ. അപ്പോൾ ചിലവർക്ക് അത് 4 hours തന്നെ മാറ്റണവരുണ്ടായിരിക്കണം, നമുക്ക് ബ്ലീഡിങ് അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ട്രൈ ചെയ്യുക, ഒരു 4 മണിക്കൂർ മാക്സിമം പാഡ് വെച്ചിട്ട് പിന്നെ മാറ്റുക. അതേപോലെ തന്നെ പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ ആക്കിയിട്ട് മാത്രം ഇതാക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ഇന്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യണമെന്ന് പറയാം. ഇന്റിമേറ്റ് വാഷസ് നമ്മുടെ pH ലെവൽ ഓൾറെഡി നമ്മളുടെ വെജൈനിൽ നമ്മളെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയാ. വേഗൻ ആണെങ്കിലും അതിന്റെ ആവശ്യമില്ല. ചില കേസസിൽ ഡോക്ടേഴ്സ് പറയും, ചില കേസ് അത് പലവരും ഈ ഇന്റിമേറ്റ് വാഷസ് മേടിച്ചു വെക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അതിന്റെ ആവശ്യമില്ല. ഡോക്ടർമാർ ചിലവർ പറയും ചില കേസസിൽ നിങ്ങൾ ഇന്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യണം. കാരണം അവർക്കറിയാം pH ലെവലിൽ എന്തെങ്കിലും ഇൻബാലൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ആക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ഡ്രൈ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി മാരേജ് നോക്കുന്നുണ്ട്. എനിക്ക് ഇതിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, നല്ല സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ മ്യൂച്വലി ബ്രേക്കപ്പ് ആയി. ഞങ്ങൾ ഫിസിക്കൽ ഇന്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ടി മാരേജ് ആലോചിക്കുമ്പോൾ ആളോട് മാരേജിന് മുമ്പ് എല്ലാം പറയണം എന്നാണ് എനിക്ക്. പക്ഷെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ പുറത്ത് പറയൂ ഈ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ടെൻഷനുണ്ട്. എന്റെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? പെണ്ണ് കാണാൻ വരുന്ന എല്ലാവരോടും എനിക്ക് ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മാരേജിന്റെ ഏത് സ്റ്റേജിലാണ് ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയേണ്ടത്? ഫ്യൂച്ചറിൽ ഇതൊക്കെ പ്രശ്നമായിട്ട് വരും നല്ല പേടിയുണ്ട് എനിക്ക്. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ അപ്പൊ ഇതിന്റെ അടിയിൽ വന്ന റിപ്ലൈസും കൂടി വായിക്കും. നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവും. മുന്നോട്ടുള്ള ലൈഫ് നോക്കൂ, കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നേക്ക്. അപ്പോ രണ്ടാമത്തെ ഒരാള് പറഞ്ഞേക്കുന്നത് വേർജിൻ അല്ല എന്ന് തന്നെ പറയണം. വേർജിൻ അല്ലാത്ത ചെക്കനെ ചതിക്കണം എന്നാണോ മറ്റേ പറയുന്നത്? അത് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല. അത് അംജുക്ക അങ്ങനത്തെ ഒരാളാണ്, വേർജിനിറ്റിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാള്. കാരണം നീ ഒരാളുടെ ബിഹേവിയറും ക്യാരക്ടറും ഫീമെയിൽ ബോഡി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ലൈക്ക് വാട്ട് ഇസ് വേർജിനിറ്റി. അതൊരു ഹൈമന്റെ ഒരു ബ്രേക്കേജ് ആണ്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈമൻ വളരെ
തിൻ ലെയർ ഓഫ് സ്കിന്നാണ്. ഈ സാധനം പൊട്ടുമ്പോഴാണ് നമ്മൾ വെർജിനിറ്റി ഹൈമൻ ബേസ്ഡ് ആണ്. ഈ ഹൈമൻ അല്ലാണ്ട് ഒരു സെക്സ് ചെയ്താൽ മാത്രമേ ഹൈമൻ പൊട്ടത്തുള്ളൂ എന്നല്ല, ലൈക്ക് അത്ലറ്റിക്സ് അങ്ങനത്തെ ജനിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ ഒരു പനി വന്ന പൊട്ടി പോകുന്നവരുണ്ട്. പക്ഷെ ഇതിലെന്താ ഫോക്കസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേറൊരു ആണിനായിട്ട് ശാരീരികപരമായ പലർക്കും പല ഇതായിരിക്കും. ഇപ്പൊ നിന്റെ ആൻസറിൽ കൂടെ തന്നെ മനസ്സിലാവും നീ കംപ്ലീറ്റ്ലി ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി, ആ മനുഷ്യൻ എങ്ങനെയാണ്, അല്ലാണ്ട് ഇതിന് മുമ്പ് സെക്സ് ചെയ്തിട്ടുണ്ടോ അതല്ല നീ നോക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കുന്നവരും ഉണ്ട്, അത് ആണും പെണ്ണും നോക്കുന്നവരുണ്ട്. പെണ്ണിന് ആണ് ഇതേപോലെ വേറെ പെണ്ണിനായിട്ട് ഇല്ല, എന്താ പറയാ ഈ പെൺകുട്ടിനായിട്ട് തന്നെ ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ആൺകുട്ടികൾക്കുണ്ട്. അത് അവിടെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഈ കൊച്ചിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അത് എന്ത് ഓപ്പൺ അപ്പ് ചെയ്യണോ. ഞാൻ പറയുന്നത് വെച്ചാൽ ഡീറ്റെയിൽ ആക്കല് ഒരിക്കലും ലൈക്ക് ഫുൾ സ്റ്റോറി എനിത്തിങ്. കോമൺ ആയിട്ടുള്ള മെയിൻ കാര്യം പറഞ്ഞത് ഓക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്റ്റഫ് ഹാപ്പൻ ആൻഡ് ദാറ്റ്സ് ഓവർ. നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞാൽ സോ ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ് കംപ്ലീറ്റ്ലി. സോ നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത് മൊത്തത്തിലല്ല നൗ വാട്ട് ആർ യു, ഇപ്പൊ എന്താണ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് പല സാഹചര്യം കൊണ്ട് ബ്രേക്കപ്പ് ആയി. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്നു വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയിൽ ഉണ്ടായി പോയി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് വളരെ കാഷ്വൽ ആയിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കാര്യം അറിയിക്കാം. അതിൽ ചോദിക്കുന്നുണ്ട് പെണ്ണ് കാണാൻ വരുന്ന എല്ലാവരോടും ഈ കഥ പറയേണ്ട ആവശ്യമില്ല. കാരണം കാണുന്നത് നമ്മൾ ഈ വരുന്ന വെച്ചിട്ട് എല്ലാവരും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിനിൽ ഇപ്പൊ ഒരു കല്യാണ ആലോചന വന്നു, അത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ടേക്ക് ഇനി നിങ്ങൾ ഓക്കെ പ്രൊസീഡ് ചെയ്യാം. അപ്പൊ തന്നെ നമ്മളെല്ലാ നാട്ടുകാരെയും അറിയിക്കില്ല. ആദ്യം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ നിങ്ങൾക്ക് ഓക്കെ എല്ലാം ഓക്കെ വന്ന ഒരാളോട് മാത്രം ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആൾക്ക് പറ്റുന്നില്ല, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അപ്പൊ പോട്ടെ. അത് ഒറ്റയടിക്ക് പറയല്ല, ഇൻ ദ കോൺവെർസേഷൻ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യം ആലോചിച്ച് നോക്കണം. അല്ലെ ചുമ്മാ ഒരു കഥ പറയുന്ന പോലെയല്ല, ലൈക്ക് ഹൗ കൻ യു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, അത് ആദ്യം ഇപ്പോഴും പലരും ചെയ്യുന്നറിയോ, പെണ്ണ് കാണാൻ അങ്ങോട്ട് ഡയറക്റ്റ് മാരേജ് അല്ല, ചിലവരെന്ത് ചെയ്യുന്നറിയോ, പെണ്ണ് കാണാൻ വന്നാൽ എല്ലാ ഫുൾ കഥകളും പറയും. ഇല്ല, നിങ്ങളൊരു ടൈം എടുത്ത് വേണം, പതുക്കെ വേണമല്ല, അല്ലാണ്ട് ഇന്ന് പുതിയതായിട്ട് ഒരാൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറാണ് അവിടെ കാണുന്നത് മൊത്തത്തിൽ. ലൈക്ക് ഹൗ യു എന്താ പറയാ, ആദ്യം നിങ്ങൾ ഒരു പെണ്ണ് കാണാൻ വന്നു, വീട്ടുകാരൊക്കെ ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തായാലും അന്വേഷണം എന്നൊക്കെ സാധനങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ അന്വേഷണം ഓക്കെ ആയെങ്കിൽ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ ഇത് സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിന്റെ ഇടയിൽ ഈ കാര്യങ്ങൾ പറയാം. അതായത് അവരുടെ അടുത്ത് നിങ്ങൾക്ക് വേറെ നിങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടോ തുറന്ന് പറയണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം തുറന്ന് പറയണം, വേറൊരാള് പറഞ്ഞറിയാം അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്താണെന്നറിയോ ലൈഫ് ലോങ് പേടിക്കേണ്ടി വരും. എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പ്രശ്നമാവും, ഇതെന്നും ഹോണ്ട് ചെയ്യും, മരണം വരെ സാധനം ഹോണ്ട് ചെയ്യും. അതെ, ആ കാര്യങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് പറയാ, കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പറയണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അംജുക്കാക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എൻജോയ് ചെയ്യേണ്ട ഒരു ഇതാണല്ലോ. അംജുക്ക് എപ്പോഴെങ്കിലും പ്ലഷർ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആസ് എ മാൻ സെക്ഷൽ പ്ലഷർ എന്താണ് വല്ലാത്ത ബുദ്ധിമുട്ട്, അത്ര ഫീൽ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണില്ല, അതെങ്ങനെ ശരിയാക്കാം? ആസ് എ മെൻ, പുള്ളിക്കാരൻ ഒരു ആണാണ്, അപ്പൊ സെക്ഷൽ പ്ലഷർ വല്ലാതെ ബുദ്ധിമുട്ടായി എത്ര പ്ലഷറിൽ എത്തുന്നത് ഞാൻ പറയുമ്പോ ലൈക്ക് ആ പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല ദാറ്റ് ഇറ്റ് വിൽ റൂയിൻ അപ്പ് എവറിത്തിങ്. സോ ബെറ്റർ ആ ഒരു ടൈമില് ജസ്റ്റ് കീപ് ഇറ്റ് ലോ. അടുത്ത ദിവസം ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ല ചോദിച്ചേക്കുന്നത്, പ്ലഷർ എത്താത്തപ്പോ അതല്ല ക്വസ്റ്റ്യൻ മാറി. നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആയിട്ട് നിനക്ക് പ്ലഷറിൽ എത്താതിരുന്ന ഒരു സമയം ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. ഉണ്ടായിട്ടുണ്ട്. എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ നോണ പറഞ്ഞ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. ഞാൻ ഇപ്പോഴാണ് ഒരു ഞെട്ടലോടുകൂടി കേൾക്കുന്നത്. അത് ആ ഞെട്ടലോടുള്ള സത്യം ഞാൻ ഇപ്പൊ കേൾക്കുന്നത്. അതെപ്പോഴാണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അതെന്ന് പറയുമ്പോ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഹർ ഫസ്റ്റ് ഓഫ് ഓൾ. ചിലപ്പോ എന്റെ വർക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലോ എന്തെങ്കിലും കാര്യങ്ങളോ ഓർത്തിരിക്കുമ്പോഴേക്കും. ബട്ട് ഐ ഡസന്റ് വാണ്ട് മേക്ക് മൈ പാർട്ട്ണർ അൺഹാപ്പി ബിക്കോസ് ഷീ മൈറ്റ് ബി ടേൺഡ് ഓൺ. ആ ഒരു ടൈമിൽ ഞാൻ എങ്ങനെയാ വന്ന മൂഡ് ഓഫ് ചെയ്യുക, മൂഡ് സ്പോയിൽ ചെയ്യുക, അങ്ങനെ ഇരുന്നപ്പോ വന്നിട്ടുണ്ട്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഇപ്പോ ഇത് അംജുക്കാട് കേസില് എല്ലാ മനുഷ്യന്മാരും എപ്പോഴും നമ്മള്
അത് എൻജോയ് ചെയ്യണം എന്നില്ല. ഇല്ല മാരേജ് ലൈഫിൽ ഇറ്റ്സ് നോട്ട് കോസ് ഓഫ് ദ സെക്സ് വിച്ച് വി ഹാഡ് ഓർ കോസ് ഓഫ് വേറെ ഒരുപാട് നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അമ്മച്ചൊക്കെ പറഞ്ഞത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ മാരേജ് നോക്കണ്ട, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സെക്സ് അടിപൊളിയായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ചില സമയത്ത് ഫ്ലോപ്പ് ആയി പോകും, ചില സമയത്ത് രണ്ടുപേർക്കും പ്ലഷർ കിട്ടാത്ത നമുക്ക് പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരും. ടെൻഷൻ, സ്ട്രെസ്, വേറെ ഫാമിലി പ്രഷർ, ഇതൊക്കെ കാരണം നമ്മളെ എഫക്ട് ചെയ്യും. ചിലപ്പോ എനിക്ക് ചിലപ്പോ ഞാൻ ഉദ്ദേശിച്ച കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അമ്മക്ക് കിട്ടാത്തുണ്ടായിരിക്കും. ഇതിലെവിടെ പ്രശ്നം വരുന്നതെന്ന് അറിയോ? എനിക്കൊന്നും ബാഡ് ആയിട്ടില്ല, അത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ. കാരണം അല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ കൂടുതലൊക്കെ ഞാൻ മോളുടെ കാര്യത്തിൽ ഞാനും മോളും പരസ്പരം നമ്മുടെ കാര്യങ്ങള് കൂടുതൽ നമ്മൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലിപ്പോ എവിടെ പ്രശ്നം വരുന്നോ, ഇതിൽ തീരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എൻജോയ് ചെയ്യാനേ പറ്റില്ല, അതൊരു പ്രശ്നമാണ്. അതെന്താണ് നമ്മൾ അറിയണം, എവിടെയാണ് എന്താണ് പ്രശ്നം വരുന്നത്, നമ്മുടെ എന്താണ് ഇത് കാണുമ്പോ അല്ലെ അറിഞ്ഞിരിക്കണം. ഇതെന്ന് പറയുന്നത് ഞങ്ങൾ വളരെ റെയർ കേസിലാണ് ഞങ്ങൾ പറഞ്ഞത്, വല്ലപ്പോഴും നിർത്താനാണ് എന്റെ പാർട്ട്ണർ. അതെ, അല്ല ഇതിലിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, ചിലപ്പോൾ അയാൾക്ക് വല്ല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അതൊരു അല്ലെങ്കിൽ അയാൾക്ക് വല്ല വേറെ ഒരു മെന്റലി ഉള്ള എന്തെങ്കിലുമൊക്കെ തോട്ട്സോ കാര്യങ്ങളോ ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പൊ അതൊരു നല്ലൊരു കൗൺസിലിങ്ങിന് പോയാലായിരിക്കും അതിനൊരു ഒരു നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ആൻസർ കിട്ടുക. ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോഴാകുമ്പോൾ എന്താണ് നിങ്ങളെ പ്രശ്നം അത് ഇതൊക്കെ ചോദിച്ചറിയുമ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് പോകണം, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് ഓപ്പൺ അപ്പ് ചെയ്യണം, അപ്പൊ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എന്താ പറയാ അതിന് മുന്നേ നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ സെക്ഷൽ ലൈഫ് നിങ്ങളൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. പക്ഷെ സം ടൈംസ് ഇങ്ങനെയാണെങ്കിൽ എവിടെ പോയി ലൂബ്രിക്കേഷൻ കൂടുന്നതിന്റെ കാരണം എന്താണ്? പ്ലീസ് ഒന്ന് റിപ്ലൈ തരും. നല്ലോണം ലൂബ്രിക്കേഷൻ ആകുന്ന ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴോ യോ ലക്കി എന്ന് ഞാൻ പറയുന്നത്. പലവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രൈ വെജൈന കാരണം നല്ല പെയിൻ ഉണ്ടാവുന്നുണ്ട്, പിന്നെ അതുപോലെ മറ്റേ സെക്ഷൽ ഡിസയർ തന്നെ അത് ഇല്ലാതാകുന്നുണ്ട്. ലൂബ്രിക്കേഷൻ ഉള്ളിടത്തോളം നിങ്ങൾക്ക് ആ സെക്സ് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ആ പെയിൻ അറിയത്തില്ല, നിങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോകും. ഫീൽ നമ്മളുടെ ഒരു ഫീലിങ്സിന്റെ ഒരു ഭാഗം ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതില്ലാത്ത അവർക്കാണ് ഞാൻ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റ് മേടിക്കാൻ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നാച്ചുറലി ഉള്ളപ്പോ അത് കുറക്കാൻ നോക്കരുത്, അത് ഉള്ളത് നല്ലതെന്ന് വെച്ചിട്ട് ഇരിക്കണം. പ്രഗ്നൻസിയിൽ സെക്സ് പറ്റുമോ, എത്ര മന്ത് മുതൽ പറ്റും? അതിന്റെ അടിയിൽ റിപ്ലൈ വന്നിട്ടുണ്ട്, അതിന്റെ അടിയിൽ റിപ്ലൈ തന്നെ വന്നിട്ടുണ്ട്. ഓൾറെഡി അവർ ഇതിനെ പറ്റി വീഡിയോ ചെയ്തതാണല്ലോ. ഞാൻ ഓരോ മന്തിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കണേന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടോക്കിയാൽ മതി. പ്ലീസ് ഇതൊരു റെസ്പെക്റ്റോട് കൂടി ചോദിക്കുന്നതാണ്. നിങ്ങളുടെ സെക്സ് ലൈഫിനെ കുറിച്ച് പറയാമോ വിത്ത് അംജിക്ക? നിങ്ങൾ എത്ര ടൈം വരെ എടുക്കും, എത്ര ദിവസത്തിനൊരിക്കൽ? പ്ലീസ് റിപ്ലൈ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് സിസ്റ്റർ. ഒന്ന് അറിഞ്ഞിരിക്കാനാണ്, മാരേജ് ആണ് സൂൺ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ റിലേഷൻഷിപ്പിലത്തെ കാര്യങ്ങളുണ്ട്, അത് കംപ്ലീറ്റ്ലി നമ്മുടെ പേഴ്സണൽ ആണ്, അല്ലെ? നമ്മളും എന്താ പറയാ എല്ലാരും പോലെ ഒരു ബേസിക് ഹ്യൂമൻ ബീങ്. ഞങ്ങൾ സൂപ്പർ എന്താ പറയാ, നമുക്ക് സൂപ്പർ പവേഴ്സോ കാര്യങ്ങളോ എക്സ്ട്രാ ഇതൊന്നും ഞങ്ങളില്ല. എല്ലാ ഹസ്ബൻഡ് വൈഫിനെ പോലെയാണ്. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയും, നമ്മുടെ പേഴ്സണലാണ് ചില കാര്യങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളുടെ മാരേജ് സെക്സ് ലൈഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത്. എത്ര ടൈം വരെയൊക്കെ എടുക്കും, എത്ര ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല, ഡിപ്പെൻഡ് ചെയ്യും. ചില ദിവസങ്ങളിൽ അത് നമുക്ക് ഇന്ന് പോലത്തെ ആയിരിക്കില്ല, നാളെ പോലെ ആയിരിക്കില്ല, മറ്റന്നാളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അപ്പോ ചില സമയത്ത് നമ്മൾ ഭയങ്കര ബോഡി വീക്ക് ആയിരിക്കും, അപ്പോ ചിലപ്പോ ഉണ്ടായിരിക്കണ്ടില്ല, ഉറങ്ങിപ്പോകും. ഇതാണ് ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇതാണ് മാരേജ് ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതോ ഇതൊന്നുമല്ല. സെക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാട്ടാണ് നമുക്ക്, അല്ലെ? നമുക്ക് അതെന്ന് പറയുന്നത് ഒരു പാട്ടാണ്, അത് എൻജോയ് ചെയ്യാൻ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഞങ്ങൾ സെക്സ് ലൈഫ് മാത്രമല്ല ഫുൾ ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. റോളർ കോസ്റ്റർ ആണ് ആക്ച്വലി. ഫിംഗറിങ് ചെയ്താൽ എല്ലാ ഗേൾസിനും സുഖം ഉണ്ടാവോ? എനിക്ക് പെയിൻ മാത്രമേ ഉള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇത് എന്റെ മാത്രം പ്രോബ്ലം ആണോ? ഇല്ല, അങ്ങനെ ഫിംഗറിങ് ചെയ്താൽ എല്ലാ ഗേൾസിനും പ്ലഷർ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ
ഉണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ ഒരു കുട്ടിയുടെ ആൻസറിൽ പറഞ്ഞല്ലോ, പലർക്കും പലതായിരിക്കും. അത് നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബോഡിക്ക് കൂടുതൽ പ്ലഷർ കിട്ടുന്നത്, സുഖം കിട്ടുന്നത്, നിങ്ങൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഇത് വളരെ ഇതല്ല, ഇയാളുടെ മാത്രം പ്രോബ്ലമേ അല്ല, ഇതൊരു പ്രോബ്ലം അല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡി ഡിസയർ ചെയ്യണ സാധനമാണ്, അത് പ്രോബ്ലം അല്ല. ഫസ്റ്റ് നൈറ്റ് സെക്സ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ബിക്കോസ് ഞാൻ ലവ് മാരേജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, ബട്ട് ഇപ്പോൾ അതിലോട്ട് പോകാൻ പറ്റുന്നില്ല. ലവ് അല്ലാതെ എനിക്ക് ഫസ്റ്റ് നൈറ്റിൽ സെക്സ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് പാർട്ട്ണറിനെ മനസ്സിലാക്കാതെ എനിക്ക് പറ്റില്ല. മാത്രമല്ല ഫസ്റ്റ് നൈറ്റിൽ ഒരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഏറ്റവും കൂടുതൽ കമന്റ് പിൻ ചെയ്ത് റിപ്ലൈ തരുക. സീരിയസ് ട്രബിൾ ഇതിൽ ഞാനും യോജിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമേ ഞാൻ ഭയങ്കര തളർന്ന് ക്ഷീണിച്ച് വീർത്ത് കുളിച്ച അവസരം നമുക്ക് അന്ന് വിളമ്പി ആഹാരം പോലും എനിക്ക് നേരാണ് കഴിക്കാൻ പറ്റില്ല. എല്ലാ ടൈപ്പ് ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ട് പോലും കഴിക്കാൻ പറ്റില്ല, ഇറങ്ങിയിരുന്നില്ല, അത്ര ടയേർഡായിരുന്നു. ഇത് വേണോ അത് എനിക്ക് ഒന്നും എല്ലാ ആഗ്രഹിച്ച കാര്യങ്ങളെ ഫ്രണ്ട് ഇരിക്കുന്നു. പക്ഷെ 10 കിലോ ഡ്രസ്സും അതൊക്കെ ആയിട്ട് നമുക്ക് ആ സമയത്ത് ഫുഡ് പോലും ഇറങ്ങൂല. പിന്നെ ഒന്ന് റൂമിൽ കയറി കിടന്ന് ഉറങ്ങാനാണ് പിന്നെ മോളുടെ മേക്കപ്പ് അഴിക്കല് അതൊരു ടാസ്ക് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് എന്ന് പറയുന്നത് ഞാൻ പലരും കേട്ടത് അങ്ങനെയല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ടയേർഡ് അല്ല, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് ആ മൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്സ് ചെയ്ത് ഒരു പ്രശ്നവുമില്ല. ഒരാളും ഒന്നും ചോദിക്കാം നിങ്ങൾ ഇതാണ് എന്ന് വെച്ചാൽ ഇതൊരു കടമയാണ്. ഫസ്റ്റ് നൈറ്റിൽ എന്തായാലും സെക്സ് വേണം. നമ്മൾ ടിവിയിലൊക്കെ കാണും, ഇങ്ങനെ പോകുന്നു, ലൈറ്റ് ഓഫ് ആവുന്നു. നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം അങ്ങ് റെസ്റ്റ് എടുക്കുക. ആ ദിവസത്തെ ഫുൾ ആയിട്ട് നിങ്ങൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ്. കുറച്ചേരൊക്കെ ഒന്ന് സംസാരിച്ച് കൈയൊക്കെ പിടിച്ച് സംസാരിച്ച് നാളെ കാണാം. കിടക്കൂല. ഞാൻ അങ്ങോട്ട് എത്ര ദിവസം നിങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ ജീവിക്കാൻ പോകുന്നത്. ഇതിന് ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ എല്ലാം കൂടി ഇതാക്കുന്നേ. പതുക്കെ ടൈം, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോ നമുക്ക് സംസാരിച്ച് നമ്മുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആവുന്നത്. ലവ് മാരേജ് ആണെങ്കിൽ ഓക്കെ ഫൈൻ, എന്നാലും ഉണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടം സംസാരിക്കുന്ന കാര്യം. സെക്സിന് വേണ്ടിയിട്ടല്ല, സെക്സിന് വേണ്ടിയല്ല മാരേജ് ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ഈ ഫസ്റ്റ് നൈറ്റ് നിങ്ങൾ പറ്റിയില്ലെങ്കിൽ പറ്റൂല, ഞാൻ വയ്യ, എനിക്ക് ടയേർഡ് ആണെന്ന് പറയും. ഇത് മനസ്സിലാക്കുന്നതിൽ ഒരു നല്ലൊരു പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് എല്ലാവരും പറയാം, ഫസ്റ്റ് നൈറ്റിൽ എന്നെ സെക്സ് ചെയ്യാണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുവാണ് ദിവസങ്ങള്, പതുക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ. അതിലല്ലാണ്ട് ഇത് കേറാന്ന് എത്ര കിടക്കതിലല്ലേ ഒരു സാധനം അല്ലേ. മന്ത്ലി വൺസ് IPL യൂസ് ചെയ്യാൻ പറ്റുമോ? സേഫ് എന്തിനാണ് ഈ മന്ത്ലി IPL? ഞാൻ നേരത്തെ പറഞ്ഞ എമർജൻസി കോൺട്രസെപ്റ്റീവ് പില്ലാണ്. അത്രയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ കഴിക്കേണ്ട ഒരു സാധനമാണ്. ചേഞ്ചസും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യും. ഇപ്പൊ മന്ത്ലി ഇതൊന്നും അല്ല, അത് ഒരു അങ്ങനത്തെ സാഹചര്യത്തിൽ കഴിക്കേണ്ട ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞ കോണ്ടം ബ്രേക്ക് ആയല്ലോ. നിപ്പിളിന്റെ അടുത്ത് ഉള്ള ഹെയർസ് നോർമൽ ആണോ? നിപ്പിൾസിന്റെ ഹെയർസ് ഉണ്ടായിരിക്കും, അതൊക്കെ ക്വൈറ്റ് നോർമലാണ്. അതെല്ലാവർക്കും നോർമൽ. ആ പിള്ളേർക്കാണെങ്കിലും പെൺപിള്ളേർക്കാണെങ്കിലും നോർമൽ. അതെനിക്ക് ഇഷ്ടായി. ഓക്കെ, നിനക്ക ഹായ് ഹില, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു അംജുക്ക. ആസ് എ ഹസ്ബൻഡ്, യു ഓർ വൈഫ്, ആരാണ് സെക്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോ ആണ് അത് ചെയ്യാൻ ഇഷ്ടം മൂഡ് കൂടുതൽ തോന്നുന്നത്? ബിക്കോസ് എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ അതിൽ ഇതിനെ പറ്റി ഓപ്പൺ ആവുന്നില്ല. അത് നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന കാര്യം. ഞങ്ങളുടെ കാര്യത്തില് രണ്ടുപേരും, അതായത് മോളെ എന്ന് പറയുമ്പോ മോള് എന്ന് പറയുന്ന ആളാണ്. അല്ല, അവര് ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാ എനിക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് കാണിക്കുമ്പോഴാണോ നിനക്ക് ഇൻട്രസ്റ്റ് കൂടണേന്ന്, മനസ്സിലായ? അതോ നിനക്ക് തോന്നുമ്പോഴാണോ? അത് ഏതാ നിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഒരുപോലെയാ. ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപോലെയാ. കാത്തിരിക്കുന്നത് അത് ഇപ്പൊ ആരാണെങ്കിലും എന്താ. നേരത്തെ പറഞ്ഞ ചിലപ്പോ ചിലവർക്കൊന്നും അത് അറിയത്തില്ല. അത് നിങ്ങൾ തന്നെ സംസാരിക്കുക, നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുക. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 years ആയി. എൻ്റെ ഹസ് സെക്സ് വന്നാൽ ഇപ്പോഴും എനിക്കൊരു പേടി പോലെയാണ്. അത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ പേടി എന്നുള്ളത്. അപ്പൊ എന്തോ ഒരു സാധനം അവിടെ മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നിങ്ങളുടെ സെക്സ് ലൈഫിൽ നടക്കുന്നതെന്നുള്ളത് എനിക്കോ അംജുക്കാക്കോ അറിയില്ല. അപ്പൊ അത് എന്തെന്ന് മനസ്സിലാക്കി അത് ഭർത്താവിനോട് ഓപ്പണായി സംസാരിക്കണം. സെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും പേടിച്ച് ചെയ്യേണ്ടത് ഒരു കാര്യമല്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ അതിനെ വേറെ കാര്യങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ നമ്മളൊരു കടമ തീർക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ
പേടിച്ച് ചെയ്യേണ്ട ഒരു സാധനമല്ല ഈ സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഫാമിലി കൗൺസിലിംഗ് തന്നെ പോകണം. അത് ഓക്കെ ആവണം. അല്ല ഓക്കെ ചേച്ചി എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോൾ സെക്ഷൽ തോട്ട്സ് ഭയങ്കര കൂടുതലാണ്. സെക്സ് ചെയ്യാൻ തോന്നുക, ആ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി നോർമലാണോ, പിന്നെ അതോ എൻ്റെ കുഴപ്പം ആണോ? അത് ഇത് പറയണേക്കാൾ മുമ്പ് ഇതിന്റെ അടിയിൽ ഒരു മാന്യൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസും പോസ്റ്റും കമന്റും കാണാതിരിക്കുക, മൊബൈൽ യൂസ് കുറക്കുക, പുറത്തുള്ള വേറെ ആക്ടിവിറ്റീസ് ചെയ്യുക, പോയി സന്യാസത്തിന് പോയിരിക്കുക. ഈ കമന്റ് ഇട്ട ആള് പിന്നെ എന്തിനാവോ എന്റെ പോസ്റ്റും എന്റെ കമന്റ്സും നോക്കിയിരിക്കുന്നത്? യൂട്യൂബല്ലേ യൂസ് ചെയ്യുന്നത്? ഈ കമന്റ് വരെ കുത്തിരുന്ന് വായിച്ചേക്കുന്നു. എല്ലാ കമന്റും കുത്തിരുന്ന് വായിച്ചിട്ട് എല്ലാ കമന്റും കുത്തിരുന്ന് വായിച്ചിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. അല്ല അതൊക്കെ പോട്ടെ, ഏതാണ് ഈ അമ്മാവനോ അമ്മായിയോ എനിക്ക് വാട്ടെവർ എനിക്ക് അറിയത്തില്ല. ഓക്കെ എന്തായാലും ഞാൻ പറയാം, നോർമലാണ്. നമുക്കൊരു അഡോളസന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രേമം തോന്നും. അത് ഇൻഫാക്ച്വേഷൻ പലരോടും നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ബോഡി ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ്. നമുക്ക് നമ്മുടെ ഹോർമോണിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് തോന്നിക്കാം, നമുക്ക് അതിന്റെ ചിന്ത തോന്നും, അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി, ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കുന്ന ലൈഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അല്ല ഈ ഇപ്പൊ ഈ റിപ്ലൈ തന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും മാസ്റ്റർബേറ്റ് ചെയ്യാത്ത ഒരാളാണോ എന്ന് എനിക്ക് അറിയണം. അതോ നിങ്ങൾ ഏത് പ്രായത്തിൽ തൊട്ടിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഒരു ആൺകുട്ടി എന്നത് ഈ കമന്റ് കണ്ടാ അറിയാം ഏതൊരു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു റിപ്ലൈ ഇച്ചിരി ഉള്ളിപ്പ് തോന്നുന്നില്ലേ? നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാലം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മൂവീസ് കാണുന്നു, മൂവീസ് നമ്മൾ റൊമാൻസ് ലവ് കാണുന്നു, ഇൻസ്റ്റാ റീൽസ് തുടങ്ങുന്ന ഇതൊക്കെ കാണുന്നു, ഒക്കെ കാണുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുന്നത്, നമ്മൾ പാട്ട്, അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ലവ് സെക്സിനോടൊക്കെ ഇത് കൂടും. അതൊന്നും എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് തോട്ട്സ് വരുന്നത് കുഴപ്പമില്ല, പക്ഷെ ഇതൊരിക്കലും നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യാതെ. അതെ, ഇത് നിങ്ങളെ പഠിപ്പിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഫാമിലി ലൈഫിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടായിരിക്കും. ഇത് ഇടയ്ക്ക് വന്നു പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മാത്രമാണ് തോട്ട്സ്. ഇത് കാരണം നിങ്ങൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കാരണം നിങ്ങൾക്ക് വേറെ പലതും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൗൺസിലിംഗ് പോകണം. വൈകിക്കരുത്. ഇപ്പൊ തന്നെ ഒരു നല്ല കൗൺസിലിംഗിന് പോയില്ലെങ്കിൽ അത് നിങ്ങളെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസയർ നിർത്തുമല്ല, ഹൗ ടു കൺട്രോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. വരും പോകുന്നതൊക്കെ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ന്യൂഡ് പിക്ക് അയക്കുമ്പോൾ അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുന്നത്? ബോയ്സിന് എന്ത് ഗേൾസിന്റെ പ്രൈവറ്റ് പാർട്ട് കണ്ടാലും മൂഡാകുമോ, അതോ ഗേൾ ഫ്രണ്ടിന്റെ പ്രൈവറ്റ് പാർട്ടാണോ കൂടുതൽ മൂഡ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ഇതിലൊറ്റ കഴിക്കണേ, എന്തിനാണ് ന്യൂഡ് പിക്ക് അയക്കുന്നത്? നിങ്ങൾക്ക് ഈ ന്യൂഡ് പിക്ക് അയക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? ലാസ്റ്റും ഇതൊക്കെ തോന്നുന്നതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ്, പക്ഷെ ഈ ന്യൂഡ് പിക്ക് അയക്കാന്നൊക്കെ പറയുന്നത് എത്ര റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. അത് എന്താ പറയാ, അതിന്റെ ഫ്യൂച്ചർ ഔട്ട്കംസ് എത്ര പെൺകുട്ടികളുടെ ജീവിതം തകർന്നിട്ടുണ്ടെന്ന് അറിയോ ഈ ന്യൂഡ് പിക്ക് അയക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ നല്ലതായിരിക്കും, നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കും, പക്ഷെ ഇതൊന്നും ഇനിയിപ്പോ എത്ര വിശ്വസിക്കുന്നതാണെങ്കിലും അവരുടെ കൈ വരുന്ന എന്തെങ്കിലും ഒരു അബദ്ധമായിരിക്കും. ഇപ്പൊ ഞാൻ പറയും, മൊബൈൽ എന്ന് പറയുന്നത് ഒട്ടും സേഫസ്റ്റ് ഒരു പ്ലേസേ അല്ല. നിങ്ങളെ മൊബൈലൊക്കെ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ വേണമെങ്കിൽ ലീക്ക് ആവാനൊക്കെ ഒരു സംഭവം, ആര് വേണമെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അല്ലെങ്കിൽ ഫോൺ പെട്ടെന്ന് വീണ് പൊട്ടി ഒരു കടയിൽ നന്നാക്കാൻ കൊടുത്ത് അവർക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു ന്യൂഡ് പിക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളെ സ്നേഹം, നിങ്ങളുടെ എന്താണ് ഇതിൽ സുഖം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സുഖം കിട്ടും. ഇപ്പൊ പോൺ വീഡിയോ കാണുമ്പോഴേ എന്താണ് സുഖം കിട്ടുന്നത് അല്ലെ? ഇപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ന്യൂഡ് പിക്ക് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് ടേൺ ആണോ, അവർക്ക് അത് കൂടും, ഉറപ്പായിട്ടും അത് കൂടുകയും താല്പര്യം വികാരങ്ങൾ കൂടും അതിനുവേണ്ടിയൊക്കെ. പക്ഷെ അത് ഒരിക്കലും നിന്ന് കൊടുക്കല്ലേ. നിങ്ങളെ സ്നേഹം പ്രൂവ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹം ഇതിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഇതെന്ന് പറയുന്നത് ലവ് ചെയ്തോ, എത്ര വേണമെങ്കിലും നിങ്ങൾ പ്രേമിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ നീ സെക്സ് ചാറ്റ് ചെയ്തോന്നും ഞാൻ പറയും എനിക്ക്, പക്ഷെ ഒരിക്കലും ഇമാതിരി അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇത് പോവാനുള്ള സാധനം ഇതിലുണ്ട്. ഞാൻ ഇത്രേ ഇപ്പോ വായിക്കുന്നുള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഒത്തിരി നേരമായി കാണും. ഇപ്പൊ കല്യാണം കഴിഞ്ഞു 4 നമ്മള് വായിച്ചല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞ് 4 years ആയി, ഹസ്ബൻഡിന് ഇപ്പോൾ ഒന്നിനോടും താല്പര്യമില്ല, അത് മാറാൻ എന്താണ് ഒരു വഴി?
തുറന്ന് സംസാരിക്കാം. കമ്മ്യൂണിക്കേഷൻ എന്താണ് അയാൾക്ക്, എന്താണ് പ്രശ്നം, തുറന്നു വയ്ക്കുക. ഇപ്പൊ അവർക്ക് പറ്റില്ലെങ്കിൽ നേരെ ഒരു കൗൺസിലിംഗിന് പോവാം. എന്താണ് അയാളുടെ പ്രശ്നം, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മതി. എന്താണ് പ്രശ്നം, എല്ലാത്തിനും കൗൺസിലിംഗ് പോകണമെന്നല്ല, നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് തന്നെ സോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ മാത്രമാണ് രണ്ടാമതൊരു സഹായമാക്കേണ്ടത്, അല്ലെ? അല്ല ഒരിക്കലും ദൈവത്തോർത്ത് ഒരിക്കലും മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് അതിൽ ആ ഫ്രണ്ട്സിനെ ഇടയിൽ കൊണ്ടുവന്ന് അവരോട് ചെയ്യരുത്. പിന്നെ ഫ്രണ്ട്സ് ഇതിനൊക്കെ അങ്ങനെ മൂന്നാമതൊരാളെ ഇൻവോൾവ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഈവൻ എന്നോട് പോലും ചോദിക്കരുത് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോ ഓക്കെ ഞാൻ സർട്ടിഫൈഡ് ആയിട്ട് ആ കോഴ്സ് ഈ കോഴ്സ് അതല്ല കാര്യം. പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആധികാരികമായിട്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിച്ച് അങ്ങനെ നിങ്ങൾ ഇതാക്കി വേണം. ഇപ്പൊ ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി പ്രഷേഴ്സ്, ടെൻഷൻസ്, ആളുടെ കുറെ, അപ്പൊ ഓട്ടോമാറ്റിക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ലോ ലിബിഡോ ആയിരിക്കും. ഇതിനോടുള്ള താല്പര്യമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും മനുഷ്യന്മാർക്ക്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ തളർന്നു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം, എനിക്ക് വിശക്കുന്നു. ഓക്കെ, ഹോട്ടി ക്വസ്റ്റ്യൻസ് അല്ല സത്യം, അല്ല സത്യം നമ്മൾ ജ്യൂസി സ്പൈസി ക്വസ്റ്റ്യൻ ഒക്കെ പറയുമ്പോൾ ഇത് ശരിക്കും ഭയങ്കര ആൾക്കാരെ അറിഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്, പലർക്കും പല എന്താ പറയാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ നമ്മുടെ വീഡിയോ കാണാണ്ടേ ഈ തംബ്നെയിലും ടൈറ്റിലും മാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും. എനിക്കറിയാം എന്റെ കുഞ്ഞു വീഡിയോസിന്റെ കുഞ്ഞു സെക്കൻഡ് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ റീൽസ് ആയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക അവർക്ക് തോന്നിയ പോലെ. അതൊക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ആദ്യമായിട്ട് കാണുമ്പോൾ ആ ഒരു രീതിക്കല്ല നമ്മളെ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് എന്റെ പേർപ്പസ് എന്നുള്ളത്. നിങ്ങൾ കമന്റ് ചെയ്യണം, മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് താങ്ക് യു സോ മച്ച്. ബൈ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബൈ.